ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ഇന്ത്യയുടെ റേറ്റിംഗ് ഇനിയും താഴ്ത്തും എന്ന സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സിന്റെ മുന്നറിയിപ്പ് സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ വേഗം വീണ്ടും കൂട്ടാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് എന്ന വിലയിരുത്തൽ. കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ പ്രയാസമുള്ള രാജ്യം എന്ന റേറ്റിംഗിലേക്ക് ഇന്ത്യയെ താഴ്ത്തും എന്നാണ് ആഗോള റേറ്റിംഗ് ഏജൻസി സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇതിന് തൊട്ടു മുകളിലുള്ള റേറ്റിംഗിൽ ഇന്ത്യയെ നിലനിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടെ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ചൂണ്ടിക്കാട്ടി റേറ്റിംഗ് ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട മൻമോഹൻ സിംഗ് സർക്കാരിന് S&Pയുടെ തീരുമാനം തിരിച്ചടിയാണ്. ഇന്ത്യയുടെ കടമെടുക്കൽ ശേഷി BBB നെഗറ്റീവിലേക്ക് 2012 ഏപ്രിലിലാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് താഴ്ത്തിയത്. നിക്ഷേപ സാധ്യത തീരെ കുറഞ്ഞ സാമ്പത്തിക അന്തരീക്ഷമാണ് രാജ്യത്ത് എന്നാണ് ഈ താഴ്ത്തലിന്റെ അർത്ഥം. ഈ അവസ്ഥ തുടരുകയാണെന്നും വൈകാതെ നിക്ഷേപ റേറ്റിംഗ് ഇല്ലാത്ത രാജ്യമാക്കി മാറ്റേണ്ടി വരുമെന്നുമാണ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത്. ഉയർന്ന ധനക്കമ്മിയും പൊതുക്കടവുമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമെന്ന് S&P ചൂണ്ടിക്കാട്ടുന്നു. ഇവ നിയന്ത്രിക്കാനോ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ പാകത്തിൽ സാമ്പത്തിക പരിഷ്കരണത്തിന് വേഗം കൂട്ടാനോ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. 2012-13 സാമ്പത്തിക വർഷത്തിൽ 5% വളർച്ചാ നിരക്ക്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ അത് ഉയരുമെന്ന് കരുതാനാവില്ലെന്ന് S&P പറയുന്നു. എന്നാൽ ഡീസലിന്റെ വില നിയന്ത്രണം നീക്കിയതും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിലുള്ള വ്യവസ്ഥകൾ കൂടുതൽ ഉദാരമാക്കിയതും ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികൾ S&P കണക്കിലെടുത്തില്ലെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് C. രംഗരാജൻ പറഞ്ഞു. ധനക്കമ്മി നിയന്ത്രിക്കാൻ മന്ത്രി P. ചിദംബരം ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷം ധനക്കമ്മി കുറയും. ഇതും S&P പരിഗണിച്ചില്ലെന്ന് രംഗരാജൻ ചൂണ്ടിക്കാട്ടി. അടുത്ത വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പരിഷ്കരണ നടപടികളുടെ വേഗം കൂട്ടുക മൻമോഹൻ സിംഗ് സർക്കാരിന് പ്രയാസമാകും. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയാൽ സബ്സിഡിക്ക് കൂടുതൽ തുക നീക്കിവെക്കേണ്ടി വരും. ഇത് ധനക്കമ്മി വർദ്ധിക്കാൻ കാരണമാകും. ഈ സാഹചര്യത്തിൽ റേറ്റിംഗ് മെച്ചപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന് വെല്ലുവിളിയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. സാമ്പത്തിക വിദഗ്ധരായ BA പ്രകാശ്, ഒപ്പം തന്നെ പ്രൊഫസർ മേരി ജോർജ് ഇരുവരും സ്റ്റുഡിയോകളിലുണ്ട്. ഒപ്പം തന്നെ CPM നേതാവ് ഡോക്ടർ TM തോമസ് ഐസക്കിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. പ്രൊഫസർ മേരി ജോർജ്, ഉയർന്നു വരുന്ന പൊതുകടവും ധനക്കമ്മിയും ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് ഇന്ത്യയുടെ റേറ്റിംഗിൽ മാറ്റം വരുത്തുമെന്നും ഇനിയും ഇതേ നില തുടർന്നാൽ കടം കൊള്ളാൻ അല്ലെങ്കിൽ കടം പറ്റാൻ കഴിയാത്ത തരത്തിലുള്ള താഴെത്തട്ടിലേക്ക് ഇന്ത്യയെ മാറ്റും എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയ്ക്ക് എത്രത്തോളം ഗൗരവതരമാണ് ഈ വിഷയം? അതായത് ഇന്ത്യൻ സാമ്പത്തികാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പോൾ BBBയിൽ നിന്ന് താഴ്ത്തി ജങ്ക് നിലവാരത്തിലേക്ക് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവുമില്ല. ഈ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ പോലെയുള്ള അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ ആഗോള കോർപ്പറേറ്റ് കുത്തകകളുടെ പിണിയാളുകളായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ആഗോള കുത്തകകൾക്ക് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വളരെ വേഗം വന്നു കയറാൻ പറ്റണം. ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ, നികുതി നിഷ്കർഷകളില്ലാത്ത രീതിയിൽ, എല്ലാ തരത്തിലുമുള്ള അനുകൂല സാഹചര്യങ്ങളോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യമാണ് ഈ ആഗോള കോർപ്പറേറ്റ് ലോബികൾക്ക് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ആവശ്യം. അപ്പോൾ അതിനു വേണ്ടി ഈ കോർപ്പറേറ്റ് ലോബിയുടെ പ്രവർത്തന ഫലമായിട്ട് കോർപ്പറേറ്റ് ലോബിക്ക് ഇതുപോലെ പ്രവർത്തിക്കുവാൻ സൗകര്യമുള്ള അവസ്ഥ സംജാതമാക്കണം. അങ്ങനെ സംജാതമാക്കുന്നതിന് വേണ്ടിയുള്ള ലോബിയിങ്, അതാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ പോലെയുള്ള റേറ്റിംഗ് ഏജൻസീസിനെ കൊണ്ട് ആഗോള കോർപ്പറേറ്റുകൾ ഇപ്പോൾ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ബജറ്റിൽ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് നടപടികൾ, ഇപ്പോൾ വിദേശ ധനകാര്യ നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കുവാൻ സഹായകമായ ഒരുപാട് നടപടികൾ കൈക്കൊള്ളുകയുണ്ടായി. മാത്രവുമല്ല, ഇത്രയും, അതായത് ബജറ്റ് കഴിഞ്ഞിട്ട് ഇത്രയുമേ ആയിട്ടുള്ളൂ. ഈ വർഷം ഇതിനോടകം തന്നെ $17 ബില്യൺ വിദേശ നിക്ഷേപം ഇന്ത്യയിലെ വിദേശ ധനകാര്യ നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും എത്താനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രവുമല്ല, ഈ റേറ്റിംഗ് ഏജൻസീസ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള പല പരിഷ്കരണ നടപടികളും ഇന്ത്യയുടെ വികാരത്തിന് വിരുദ്ധമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് കൊണ്ടുവരികയുണ്ടായി. ഉദാഹരണത്തിന് ഡീസലിൻ്റെ സബ്സിഡി നിയന്ത്രണം എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ പാചകവാതക സബ്സിഡി എണ്ണം നിയന്ത്രിച്ചു, സബ്സിഡി കുറച്ചു. അതുപോലെ തന്നെ സിലിണ്ടറുകളുടെ എണ്ണം നിയന്ത്രിച്ചു. ഇങ്ങനെയുള്ള പല നടപടികളും ഇന്ത്യയുടെ വികാരത്തിന് വിരുദ്ധമായി തന്നെയാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതൊക്കെ പക്ഷേ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി കുറച്ചു കൊണ്ടുവരിക
എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. അതായത് നിക്ഷേപം സ്വർണത്തിലേക്ക് പോകാതെ ബോണ്ടുകളിലേക്ക് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, റിയൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ സ്വർണത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട്, അതായത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് 6.7%, GDP-യുടെ 6.7% വരെ ഉയർന്നിരിക്കുന്നു എന്നത് ആശങ്കാജനകം തന്നെയാണ്. പ്രൊഫസർ മേരി ജോർജ്, സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സിനെ പോലുള്ള ഏജൻസികളെ കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞ അഭിപ്രായ പ്രകടനം നിൽക്കുമ്പോൾ തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന സാമ്പത്തിക ഘടനയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ധനകാര്യ മാനേജ്മെൻറ്റ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടി നിൽക്കുന്നു, പൊതുകടം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 51.9% ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ കാണേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഗൗരവത്തോടെ കാണേണ്ടത് തന്നെയാണ്. ഗവൺമെൻറ് അങ്ങനെ ഗൗരവത്തോടെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പൊതുക്കടം 51%, GDP-യുടെ 51% വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടി ചേർന്ന് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ട് എന്ന ഒരു സ്കീം കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ളൊരു സ്കീം കൊണ്ടുവരുമ്പോൾ തന്നെ സ്വർണം പോലെയുള്ള അൺപ്രൊഡക്റ്റീവായിട്ടുള്ള അസറ്റ്സിലേക്ക് പോകുന്ന നിക്ഷേപം ബോണ്ടിലേക്ക്, അഥവാ ഗവൺമെൻറ് ബോണ്ടുകളിലേക്ക് വരിക, അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സോഴ്സസ് ഓഫ് ഫണ്ട് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ചു കൊണ്ടുവരിക. ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ട് എന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. അതുവഴിയായിട്ട് 12,000 കോടിയോളം രൂപയാണ് സമാഹരിക്കാനായിട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് തന്നെ സമാഹരിക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ, വളരെ ഗൗരവപൂർണമായ നടപടികൾ ഗവൺമെൻറ് കൈക്കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് സൗജന്യങ്ങൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ബജറ്റിൽ വച്ചു നീട്ടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടൊന്നും തൃപ്തരല്ല ഈ വിദേശ കോർപ്പറേറ്റുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ ടി.എം. തോമസ് ഐസക് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തോമസ് ഐസക്, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവറിന്റെ റേറ്റിംഗ് വന്നതിന് ശേഷം ഇന്ത്യയുടെ വ്യവസായ മേഖല പ്രതികരിച്ചത് വളർച്ചയുടെ ശുഭസൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രവുമല്ല, ഇന്ത്യയുടെ ധനക്കമ്മിയും അതുപോലെ തന്നെ പൊതുകടവും കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തരത്തിൽ ഒരു റേറ്റിംഗ് നടത്തിയത് നിർഭാഗ്യകരമാണെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ റേറ്റിംഗ് സംഘടനയുടെ നിലപാടുകൾ സംശയിക്കപ്പെടേണ്ടതാണെന്നുമാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ലെ, സ്റ്റാൻഡേർഡ് ആൻഡ് പൂവറെന്നല്ല, ഈ ആഗോള റേറ്റിംഗ് കമ്പനിക്കാർ ഒരാളെയും അങ്ങനെ നമ്പാൻ പറ്റില്ലെന്നുള്ളത് 2008 അനുഭവം കാണിച്ചല്ലോ. അവരാണല്ലോ ലോകത്തിറക്കിയ മുഴുവൻ കൊള്ള കടപ്പത്രങ്ങൾക്കും നല്ല A+ റേറ്റിംഗ് നൽകി ലോകത്ത് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇവരുടെ റേറ്റിംഗ് തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതെന്നത് ന്യായം തന്നെ. പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക നില ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇന്ത്യയുടെ വിദേശ നാണയ മേഖലയിലാണ്. നമ്മുടെ വിദേശ വ്യാപാര കമ്മി കുത്തിനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും പ്രകാരത്തിൽ ക്രെഡിറ്റ് റേറ്റിംഗ് താഴെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിദേശത്ത് പണം സമാഹരിക്കാൻ പറ്റാതെ വരും. 91 ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മുടെ രാജ്യം വഴുതി വീഴുകയും ചെയ്യും. ഇതിനുള്ള സമ്മർദ്ദം ഇത് ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ അപകടം എങ്ങനെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയണ പോലെ ചെയ്യ്, ഇത്രയൊന്നും പോരാ, നിങ്ങൾ രാഷ്ട്രീയം ഏത് പാർട്ടി ഭരിച്ചാലും ഇന്ന കാര്യങ്ങൾ ചെയ്തോണം എന്ന് അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഇവരുടെ വായിക്കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തില് 90 തുടങ്ങിയ പരിഷ്കാര പരിപാടികൾ നമ്മുടെ രാജ്യത്തിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നമ്മള് പരിപൂർണമായിട്ട് ഈ ക്രെഡിറ്റിംഗ് ഏജൻസികള്, അല്ലെങ്കിൽ വോഡോഫോൺ പോലെ നികുതി വെട്ടിപ്പുകാര്, അതല്ലെങ്കിൽ മൗറീഷ്യസിൽ കൊണ്ട് പണം സൂക്ഷിക്കുന്നവര്,
അല്ലെങ്കിൽ മണി ലോണ്ടറിങ് നടത്തുന്നവര് ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തി മാത്രമേ രാഷ്ട്രത്തിന് നിൽക്കാൻ പറ്റൂ എന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശ്രീ തോമസ് ഐസക്, ഇതിനോട് പ്രതികരിക്കവേ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് രംഗരാജൻ ചിദംബരം ധനമന്ത്രിയായതിനു ശേഷം സ്വീകരിച്ച പരിഷ്കരണ നടപടികൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഡീസലിന്റെ വില നിയന്ത്രണം നീക്കി, പാചകവാതകത്തിന്റെ സബ്സിഡി പരിമിതപ്പെടുത്തി, നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ഇളവ് ചെയ്തു കൊടുത്തു. ഇത്തരം കാര്യങ്ങൾ ധനമന്ത്രി ചെയ്തിരിക്കുന്നു. ഇതിലപ്പുറം എന്തൊക്കെ പ്രതീക്ഷകളാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സിന് പോലുള്ള ഏജൻസികൾക്കുള്ളത്? ഇന്ത്യയുടെ ഏതേത് മേഖലകൾ കൂടുതൽ തുറന്നു കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടെയാണ് ഇത്തരം റേറ്റിംഗ് കുറയ്ക്കൽ പോലുള്ള തന്ത്രങ്ങൾ ഇവർ സ്വീകരിക്കുന്നത്? ഇവരെന്താ ഇനിയും ആവശ്യപ്പെടുന്നത്? ഒന്ന്, FDI തുറന്നു കൊടുത്തു റീറ്റെയിൽ ട്രേഡിന്. പക്ഷെ ഇപ്പോഴും അത് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല. റൂളും ചട്ടങ്ങളും മറ്റും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് മേഖലയിലേക്ക്, ഇൻഷുറൻസ് മേഖലയിലേക്ക് നിയമനിർമ്മാണമായിട്ടുണ്ടെങ്കിലും FDIക്ക് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞിട്ടില്ല. ഇൻഷുറൻസ് ബില്ല് ഇപ്പോഴും സ്റ്റോൾഡ് ആണ്. പെൻഷൻ ബില്ല് വന്നിട്ടില്ല. മൈക്രോ ഫിനാൻസ് ബില്ല് പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർലമെന്റ് ഒരു സ്തംഭനാവസ്ഥയിലാണ്. അപ്പൊ BJPയെയും കോൺഗ്രസിനെയും രണ്ടുപേരെയും ഇവർ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ തർക്കമൊക്കെ രാഷ്ട്രീയ തർക്കം നടത്തിക്കോ, പാർലമെന്റിൽ ഈ നിയമങ്ങളൊക്കെ വേഗം പാസ്സാക്കുകയും ഈ നയങ്ങൾക്ക് പിന്നെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇവർ തമ്മിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അപ്പൊ ഇവരെ രണ്ടുപേരുടെ മേലും സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു നീക്കമാണ് ഈ സ്റ്റാൻഡേർഡ് ആൻഡ് പൂറും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം കഷ്ടിയുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയൊരു സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്ക് മുതിരാൻ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് താല്പര്യമുണ്ടാകാനിടയില്ല. മാത്രവുമല്ല, ഭക്ഷ്യസുരക്ഷാ ബിൽ പോലുള്ള ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സർക്കാർ. അത്രയും കാലം കാത്തിരിക്കാൻ കഴിയില്ല പരിഷ്കാരങ്ങൾക്ക് വേണ്ടി എന്ന സൂചന തന്നെയാണോ ഈ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സിൻ്റെ പുതിയ ക്രെഡിറ്റ് റേറ്റിംഗിലൂടെ കോർപ്പറേറ്റ് കമ്പനികൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഇതില് ചിദംബരം മറ്റും ലോസ് ഓഫ് ഇലക്ഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധീരമായി ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ്. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തോട് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇലക്ഷൻ കഴിയുന്നവരെ ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കണം, നിർത്തിവെക്കണം, ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വാദക്കാരാണ്. അപ്പൊ ഈ ഒരു ടഗ് ഓഫ് വാർ നടക്കുന്നുണ്ട്. ഇതില് ചിദംബരത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടാനുള്ള പരിശ്രമമാണ്. ഈ ലോസ് ഓഫ് ഇലക്ഷനും മറ്റുമായിട്ട് കൂട്ടിക്കുറയ്ക്കരുത്. ഇന്ത്യയിലെ ഈ സാമ്പത്തിക പരിഷ്കാര നടപടികളൊക്കെ എല്ലാവരും കോൺഗ്രസും BJP അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് ഇവര് പുലർത്തുന്നത്. ശ്രീ ടി എം തോമസ് ഐസക്, ഒരു ഭാഗത്ത് രംഗരാജൻ പറയുന്നു ഡീസലിന്റെ വില നിയന്ത്രിച്ചതും അതോടൊപ്പം തന്നെ വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ വ്യവസ്ഥകൾ കൂടുതൽ ഉദാരമാക്കിയതുപോലെയുള്ള സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി സർക്കാർ സ്വീകരിച്ച നടപടികൾ S&P കണക്കിലെടുത്തിട്ടില്ല എന്ന്. എന്നാൽ മറുഭാഗത്ത് S&P പറയുന്നു ഇതിനുവേണ്ടി, അതായത് പൊതുകടം കുറയ്ക്കാൻ വേണ്ടി സ്വീകരിച്ച നടപടികളോ അതിനോടൊപ്പം തന്നെ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും രാജ്യത്ത് എടുത്ത നിലപാടുകൾ പോരാ എന്ന് പറയുന്നു. വസ്തുത എവിടെയാണ്? വസ്തുത ഇത് രണ്ടുപേരും പറയുന്നത് ശരിയാ. ഇന്ത്യ സർക്കാർ കുറച്ചധികം കാര്യങ്ങൾ ഇവർ പറയുന്നത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പോരാതായിരുന്നു.